പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്പി നോക്കാം. ചോളപ്പൊടി കൊണ്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. 1 കപ്പ് ചോളപ്പൊടി നമ്മളൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ഒരു മിനിറ്റ് നേരം വറുത്തെടുത്താൽ മതിയാവും, കാരണം ഇതിനൊരു പച്ചക്കുത്തുണ്ടാവും, അതുകൊണ്ടാണ്. ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നും ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 4 പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു വലിയ സബോള അരിഞ്ഞതും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളുടെ സബോള നന്നായിട്ട് വാടി വരണമെന്നില്ല, ലൈറ്റായിട്ട് വാടി വന്നാൽ മതി നമുക്ക്. അതിലേക്ക് നമ്മൾ 1 കപ്പാണല്ലോ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. തിളച്ച് കഴിയുമ്പോൾ നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചോളപ്പൊടി കുറേശ്ശെയായിട്ട് അതിനകത്തിടാം. നമ്മൾ ശരിക്കും ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഒരു കാര്യം, ഞാനിവിടെ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് ഇത്തിരി കുഴമ്പനായിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് അതുപോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പണ്ട് കാലങ്ങളിൽ സ്കൂളിൽ കിട്ടിയിരുന്ന പോലത്തെ ഉപ്പുമാവ്, അതായത് ഡ്രൈ ഉപ്പുമാവാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അവിടെ കട്ട കെട്ടാതെ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ചോളപ്പൊടി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും കറി കൂട്ടിയിട്ടാണ് കഴിക്കുക. ഇപ്രാവശ്യം ഉണ്ടാക്കിയത് കടലക്കറിയാണ്. കടലക്കറിയും പപ്പടവും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഈ നമ്മളുടെ ചോളപ്പൊടി ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക.